നമ്മളിനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശാലിനിയും കാർത്തികയും നേർക്കുനേരുള്ള കണ്ടുമുട്ടക്കമാണ്. അതും അമ്പല നടയിൽ വെച്ച് പരസ്പരം നേർക്കുനേർ എന്താണ് ഏറ്റുമുട്ടേണ്ട വരുന്ന ഒരു അവസരമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കൂടാതെ രണ്ട് വലിയ ഹൈലൈറ്റ് ഉണ്ട്. അതായത് രണ്ട് പാരകൾ കാർത്തികെതിരെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ നോക്കുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഓരോ വ്യക്തികൾക്കും ഭയങ്കര എൻ്റെ വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്ക് റിവ്യൂ നോക്കാം. ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വിഷ്ണുവിനോട് എന്താണ് കാർത്തിക ചോദിക്കുന്നില്ലേ, വിഷ്ണുവേട്ടൻ ഇതൊക്കെ സങ്കടമായോ? അപ്പം വിഷ്ണു പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി. കാരണം നഷ്ടങ്ങളുടെ കണക്കുകൾ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കാറേ ഇല്ല കാർത്തിക. കാരണം അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കാൻ പോയാൽ വിഷ്ണുവിൻ്റെ ജീവിതം ഒട്ടാകെ ആ നഷ്ടങ്ങളുടെ കണക്കിൻ്റെ ഒരു കൂമ്പാരമാണ്. അതുകൊണ്ട് വിഷ്ണു ആ കണക്കെടുപ്പ് അങ്ങ് നിർത്തി എന്ന് പറഞ്ഞൊരു സങ്കടത്തോട് വിഷ്ണു എന്താണ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം വിഷ്ണുവിൻ്റെ സങ്കടം കണ്ട് രാഘവനേട്ടനും ഒന്ന് നോക്കുന്നുണ്ട്, ഇവൻ എന്ത് പറ്റി? കാരണം ഇവനൊരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, ശാലിനി വന്ന് ഇത്രയും പറഞ്ഞു, എന്നിട്ട് അതും സ്വീകരിച്ചില്ല. ആ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ ഇവന് അത്ര സന്തോഷം ഇവൻ്റെ മുഖത്ത് കാണാനില്ല. പപ്പിമോൾ എന്ത് ചോദിച്ചു കാണും എന്നൊക്കെ എന്താണ് രാഘവേട്ടൻ ഈ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കുവാണ്. പക്ഷേ വിഷ്ണു ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. വിഷ്ണു ആ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടെന്ന് തന്നെ പറയാം. എല്ലാവരും ഉണ്ടെങ്കിലും സത്യഭാമയുടെ കൂട്ട് മാത്രമേ ഇനി വിഷ്ണുവിനുള്ളൂ എന്ന് പറയാം. കാരണം ഓരോ വ്യക്തിക്കും വിഷ്ണു ഇങ്ങനെ കാണിച്ചല്ലോ എന്ന ഒരു വെറുപ്പ് വിഷ്ണുവിനോട് എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് പപ്പിമോൾ ഉൾപ്പെടെ വിഷ്ണു അച്ഛന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പം വിഷ്ണു ആകെ തകർന്നാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ശാലിനിയുടെ വീടാണ്. അപ്പോൾ ശാലിനിയുടെ വീട്ടിൽ ശാലിനി അതിനേക്കാളും സങ്കടത്തിരിക്കുകയാണ്. കാരണം വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി മറ്റൊരാൾ നിൽക്കുന്നത്, വിഷ്ണുവേട്ടൻ താലി കെട്ടിയ പെണ്ണെന്ന് വേറൊരുത്തി ആ താലിക്ക് അവകാശിയായി വിഷ്ണുവേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതും വിഷ്ണുവേട്ടൻ തന്നെ തിരികെ വിളിച്ചില്ല, വിഷ്ണുവേട്ടൻ തനിക്ക് വേണ്ടി ഒരു വാക്കും പറഞ്ഞില്ല, ഒന്നും പറയാനില്ലേ എന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോലും വിഷ്ണു ഒന്നും പറഞ്ഞില്ല. ശാലിനിയുടെ തലയിലൊന്ന് കൈ വയ്ക്കാൻ പോലും വിഷ്ണു എന്താണ് ശാലിനി വീണ്ടും പോലും വന്നില്ല. ആലോചിച്ച് ശാലിനി ഭയങ്കര സങ്കടത്തിരിക്കുക. അപ്പോഴാണ് ശാരദാമ്മ വരുന്നത്. അപ്പോൾ ശാരദാമ്മ ശാലിനി നോക്കുമ്പോൾ അവൾ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കാനാണ് ഒന്നും മനസ്സിലാത്തതുകൊണ്ട് ശാരദാമ്മ നേരെ പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുവാണ്. എന്നാലും എൻ്റെ ശാലിനി മോക്ക് ഇങ്ങനത്തെ ഒരു ദുർഗതി വന്നല്ലോ, ഈ പരീക്ഷണങ്ങളൊക്കെ മാറ്റി തരണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈ മധുശ്രീ ആണെങ്കിൽ റോഡിൽ കൂടെ കാർ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പം കാർ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അവളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ പറയുന്ന കാർത്തികയുടെ പുതിയ അടവ്. എന്നിട്ട് മധുശ്രീ ചിന്തിക്കുവാണ്, ഇവൾ എന്നെക്കാളും വലിയ കള്ളിയാന്ന് തോന്നുന്നു. കാരണം എന്നെക്കാളും വലിയ പഠിച്ച ഫ്രോഡാണ്. അല്ലെങ്കിൽ ഞാൻ അവളോട് അവൾ ഏത് മന്ദിരത്തിനകത്താണ് താമസിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം അവൾ അതിന് ഒരു കാര്യം പറയാൻ നിന്നല്ലോ, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കില്ലേ എന്ന് സത്യാമ്മയെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അപ്പഴേക്കും സത്യാമ്മയുടെ തോളും ചാരി കരയാനൊക്കെ തുടങ്ങി. ഇന്നലെ കയറി വന്നിട്ട് ഇത്രയും അഭിനയം സത്യാമ്മയുടെ കാണിക്കണമെങ്കിൽ ഇവൾ ആരായിരിക്കും എന്നൊക്കെ മധുശ്രീ ചിന്തിക്കണം. എന്നാൽ പക്ഷെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. കാരണം ശാലിനിയുടെ അവസാനത്തെ ആ ഒരു അടി പതറുന്ന നിമിഷം വരെ, ശാലിനിയെ എന്തായാലും അടിയറവ് പറഞ്ഞെന്ന് ഉറപ്പാക്കുന്ന നിമിഷം വരെ എനിക്ക് കളി മുന്നിലേക്ക് കളിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവൾ ആരാ എന്താന്നുള്ള കാര്യം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊന്ന് മധുശ്രീ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് മധുശ്രീ ഒരാളെ തട്ടിയിടുവാണ്. ഇടുന്നവനാണ് ഈ ജയശങ്കർ എന്ന് പറയുന്നത്. ആ ജയശങ്കറിൻ്റെ ആയിട്ടുള്ള കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് ഈ കാർത്തിക് എന്ന് പറഞ്ഞവൾ ഒളിച്ചോടി വന്നതും കാര്യമൊക്കെ. അപ്പോൾ ഈ ജയശങ്കറിനെ ആദ്യമായിട്ട് മത്സരി കാണുമ്പോൾ ഇവൻ ആരാന്നൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്ക് അവന് ജസ്റ്റ് പരിചയപ്പെടുന്നു. അപ്പോൾ അവൻ്റെ ചോദിക്കുക, തനിക്ക് ഈ റോഡിൽ നോക്കി നടന്നോടെ, ഫോണും തൊണ്ടിക്കൊണ്ട് എങ്ങനെ നടക്കാൻ? അപ്പോൾ അവൻ്റെ ഫോണാണ് എണീറ്റ് പരതുന്ന മൊത്തം. അപ്പോൾ എൻ്റെ ഫോൺ കാണുന്നല്ലോ. അപ്പോൾ അവൻ്റെ ഫോൺ കിട്ടുമ്പോഴത്തേക്ക് മത്സരി എന്താണ് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യുക. പെട്ടെന്നാണ് അവൻ പറയുന്നത്, മാഡം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല, ഞാൻ ഭയങ്കര എക്സ്ട്രാ ഡീസൻ്റ് ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടോ മാഡം, ഓ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ മനസ്സിലായി. അപ്പോഴത്തേക്ക് ആ ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് ഓണാക്കുമ്പം ഈ മധുശ്രീ കാണുന്നുണ്ട് അതിനകത്ത് കാർത്തികയുടെ ഫോട്ടോ കാണുക. തൻ്റെ ഫോണൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ നോക്കുമ്പോൾ കാർത്തികയുടെ ഫോട്ടോ. അപ്പോഴത്തേക്ക് ഇവൻ്റെ സ്റ്റോറി എന്താണ്, ഇവനങ്ങ് പറയുവാണ് ഇങ്ങനെ കല്യാണം നടക്കാനെന്നോ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എന്താണ് ഒളിച്ചോടി വന്ന് നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചത്, കാർത്തിക എന്നാണ് പേര്. ഇപ്പോൾ അവളെ കാണാനില്ല, എന്ത് സംഭവിച്ചു, എന്തിനാണ് അവളെ കല്യാണ മണ്ഡപത്തിൽ ഇറങ്ങി വന്നതെന്നൊന്നും ആർക്കറിയത്തില്ല. ഇപ്പം അവൾ ഇറങ്ങിപ്പോയതിൻ്റെയൊക്കെ പഴിയൊക്കെ എനിക്കാണ് കേൾക്കുന്നത്. ഞാൻ എന്താണ് കഞ്ചാവ് അടിച്ചെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പെണ്ണ് എന്നെ കളഞ്ഞിട്ട് പോയെന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞ് പരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവളെ അതിന് പകരം കണ്ടുപിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും മുന്നിൽ സത്യം പറയിപ്പിക്കണം. അതിനാണ് ഞാൻ നടക്കുന്നത്. ഇപ്പം തന്നെ വേണ്ട മാഡത്തിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നതിന് മുന്നേ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ ഫോട്ടോസ് അങ്ങ് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം താൻ ഈ നാട്ടുകാരനല്ലേ എന്ന് മത്സരം ചോദിക്കാൻ പറയും, അല്ല മാഡം ഞാൻ ഈ നാട്ടുകാരനൊന്നുമല്ല, ഈ നാട്ടിൽ വന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ അവൾ ഈ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തന്നെ കുറേ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ ഫോട്ടോസ് പോലീസ് ചോദിച്ചപ്പം അത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ റോഡിൽ നടക്കുമ്പോൾ തന്നെ. അപ്പോഴാണ് മാഡത്തിൻ്റെ വണ്ടിയായിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാഷ് വരുന്നതെന്നൊക്കെ പറയുക. എന്തായാലും എനിക്ക് തന്നെ വീണ് കിട്ടിയ അവസരം തന്നെ മധുശ്രീ മനസ്സിൽ കരുതുവാണ്.
അങ്ങനെ വായിന്ന് കുറേ കാര്യം അറിയുവാണ് മധുശ്രീ. അതായത് ഈ പറയുന്ന കാർത്തിക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, വലിയൊരു കുടുംബത്തിൽപ്പെട്ടവളാണ്, എല്ലാ കാര്യം അറിയുവാണ്. അപ്പം ഇവൾ എന്തിനാണ് ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് മാറിപ്പോയതെന്നൊന്നും ഇവക്ക് അറിയുന്നില്ലല്ലോ. പോരാതെ ഇവക്കും വിഷ്ണുവേട്ടനും തമ്മിൽ എന്ത് ബന്ധമാണ് വന്നതെന്നൊക്കെ ഈ മധുശ്രീ മനസ്സിൽ ചിന്തിക്കുക. പക്ഷേ എന്നാലും ഈ വീണ് കിട്ടിയ ഗോൾ കളയാൻ പാടില്ലോ. അതുകൊണ്ട് ഈ പറയുന്ന ജയശങ്കറിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഫോൺ നമ്പർ സൂത്രത്തിൽ അങ്ങ് മേടിച്ച് വെച്ചിട്ട് പറയുവാണ്, എന്തായാലും തൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിരിക്കട്ടെ, ഞാൻ എന്തായാലും തൻ്റെ കഥ ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ വിളിച്ച് അറിയിക്കാം, അപ്പം നമ്മൾ ഇനി ഫ്രണ്ട്സ് ആണെന്നൊക്കെ വന്നിട്ട് രണ്ടുപേരും അങ്ങ് പിരിയുവാണ്. ഇവനന്ന് എന്നാൽ ശരി മാഡം എനിക്ക് ഇച്ചിരി തിരക്കൊണ്ടെന്ന് വന്നിട്ട് അവൻ പോവുകയും ചെയ്യുവാണ്. ഇവൻ നേരെ പോകുന്ന അമ്പലത്തിലേക്കാണ്. അത് സത്യഭാമ ഏത് അമ്പലത്തിൻ്റെ കൺവീനറായിട്ട് നിൽക്കുന്നോ അതേ അമ്പലത്തിൽ തന്നെയാണ് ഇവൻ ചെന്നെത്തുന്നത്. അതേ അമ്പലത്തിൽ ഇതേ സമയം തന്നെ ഈ കാർത്തിക എന്ന് പറയുന്നവളുണ്ട്. കാർത്തിക വന്നത് മറ്റൊരാവശ്യത്തിന്. കാർത്തിക ഭയങ്കര കൈയൊക്കെ കൂപ്പി ദൈവത്തിന് മുന്നേ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഹർഷനെയും അവളെയും തമ്മിൽ നന്നായിട്ട് ഒന്നിപ്പിക്കണേ, ഹർഷന് വേഗം തിരിച്ചു വരാൻ പറ്റണേ, അതായത് ജ്യോതി വേഗം വരണേ എന്ന് നമ്മുടെ രേവതി പറയുന്ന പോലെ തന്നെ അവിടെ നിന്ന് കുറേ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. പൂജാരി വരും. അപ്പം പൂജാരിയോട് എന്താണ് ഈ അഭിഷേകത്തിനുള്ള കാര്യം പറഞ്ഞിട്ട് കൊടുക്കുവാണ്. പൂജാരി എന്താണ് മകം നക്ഷത്രത്തിനകത്തുള്ള ഹർഷൻ്റെ പേരിലേക്ക് ഒരു പൂജ കഴിപ്പിക്കണേന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും പൂജാരി താലിയിലേക്ക് നോക്കിയിട്ട് പറയാം, കുട്ടി വിവാഹിതയല്ലേ, അപ്പം ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് മാംഗല്യ പൂജ നടത്തുന്നതെന്ന് പറയുവാണ്. അപ്പം എന്താ പൂജാരി മാംഗല്യ പൂജ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, കുട്ടി ഈ നാട്ടുകാരി ഒന്നല്ലേ, ഈ അമ്പലത്തിലെ ഏറ്റവും വിശിഷ്ട പൂജ തന്നെയാണ് മാംഗല്യ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം എന്താണ് അവർക്ക് അത് തന്നെ നടത്തിയാൽ മതി. അപ്പം പൂജാരി ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, ഹർഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ഭർത്താവ് തന്നെയല്ലേ? അതെ അതെ ഭർത്താവാണെന്നങ്ങ് ഒരു മിനിറ്റ് ആലോചന അങ്ങ് പറയുവാണ്. പക്ഷേ ഇപ്പം കാർത്തിക തന്നെ കാർത്തികയായിട്ട് വലിയൊരു കുരുക്കാണ് ഇട്ട് വെച്ചിരുന്നത്. അതെന്താണെന്നറിയോ? കാരണം കാർത്തിക ചെന്ന് നിൽക്കുന്ന അമ്പലം എന്ന് പറയുന്നത് സത്യഭാമ സ്ഥിരം പോകുന്ന അമ്പലം തന്നെയാണ്. അതിൽ ഏത് കൺവീനറായിട്ട് സത്യഭാമ നിൽക്കുന്നോ അതേ അമ്പലം നടയിൽ തന്നെ ചെന്നാണ് ഈ ഹർഷൻ എന്നൊരു ഭർത്താവിന് വേണ്ടിയിട്ടുള്ള മാംഗല്യ പൂജ ഇവളെ നടത്തുന്നത്. ഇനിയിപ്പം എന്തായാലും സത്യഭാമ ഇവളെയും കൊണ്ട് അമ്പലമുറ്റത്ത് പോകാതിരിക്കുമോ? പോകുമ്പം വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന രീതിയിൽ പൂജ നടത്തുമ്പം പൂജാരി പോലും ഈ കാര്യം ചിലപ്പോൾ ഈ കള്ളത്തരം പൊട്ടിച്ചു നിൽക്കും. അങ്ങനെ കാർത്തികയായി കുരുക്കുന്ന ഒന്നാമത്തെ കുരുക്കാണ് അവിടെ കാണുന്നത്. ഇനി രണ്ടാമത്തെ കുരുക്കാണ് കാർത്തിക സംഭവിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജയശങ്കർ നേരെ അമ്പലത്തിൽ വരുവാണ്, അതേ അമ്പലത്തിൽ തന്നെ. എന്നിട്ട് അവിടുത്തെ ഈ പൂജാരിയല്ല, അവിടുത്തെ കൺവീനറായിട്ടൊക്കെ ഇരിക്കുന്ന വേറൊരാളുണ്ടല്ലോ, ഈ ട്രഷറർ സംതിങ്, അങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തി അടുത്ത് പോയിട്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട്, തിരുമേനി ഈ വ്യക്തി എവിടെയെങ്ങാനും ഈ പെൺകുട്ടി എവിടെയെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് അയാൾ ആ ഫോട്ടോ നോക്കിയിട്ട് കാരണം മൊത്തം ഗ്ലാസ് പൊട്ടിയിരിക്കുവാണ് ആ ഫോണിൻ്റെ. അപ്പം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അയാൾ നോക്കിയിട്ട് പറയും, ഇല്ല കണ്ട ഓർമ്മയൊന്നുമില്ല. എന്നാൽ ഒന്നും കൂടെ നോക്കി. അപ്പോൾ അയാളെ നോക്കുന്നുണ്ട്, പക്ഷേ കണ്ട ഓർമ്മയൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം പരസ്പരം കാണാം. അപ്പോൾ അതേ അമ്പലത്തിൽ കാർത്തിക നിൽക്കുന്ന അതേ അമ്പലം നട തന്നെയാണ് ഇവൻ കാർത്തിക അന്വേഷണം നടക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പാരയാണ് കാർത്തിക് വരുന്നത്. അതായത് നമ്മുടെ ശാലിനി വരുവാണ്. ശാലിനിയുടെ ഒരു മാസ് എൻട്രിയാണ് ഇന്ന് അമ്പലത്തിലേക്ക് നടക്കുന്നത്. അപ്പോൾ ശാലിനിയും ഇവളും നേർക്ക് നേർ കണ്ടുമുട്ടും. അപ്പോൾ ഇവൾ ഈ പേര് നടത്തിയ പൂജ കാര്യങ്ങളൊന്നും എന്തായാലും ശാലിനി അറിഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ കാർത്തിക് ഒരു ആശ്വാസം. പക്ഷേ ശാലിനി കാണുന്നതും ഈ കാർത്തിക് ശരിക്കും അങ്ങ് മുട്ടുവരയ്ക്കുക. കാരണം നിൽക്കുന്ന ജില്ലാ കളക്ടറല്ലേ, വിഷ്ണുവിൻ്റെ ഭാര്യ എന്നതിലൊക്കെ അപ്പുറത്തോടേക്ക് ഒരു ജില്ലാ കളക്ടറുടെ മുന്നിൽ എത്ര നേരം കള്ളം പിടിച്ച് താൻ പിടിച്ചു നിൽക്കും? ഒന്നിനും പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എന്താണ് പറയുവാണ്, അല്ല മാറി എനിക്ക് പോകണം, എനിക്ക് തന്നോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ശാലിനി പറയാം, ഞാൻ തന്നെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ ഒന്നും വന്നേരാ. എനിക്കറിയണം വിഷ്ണുവേട്ടൻ താനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യത്തിന് യാഥാർത്ഥ്യം എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ശാലിനി പറയാം. അപ്പോൾ പറയാം, അല്ല എനിക്ക് സമയമൊന്നും, എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, താനൊന്നിക്ക് തന്നോട് എനിക്ക് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞു. അപ്പോഴത്തേക്കും കാർത്തിക് അങ്ങ് ശരിക്കും അങ്ങ് വരണ്ട് പോവാണ്. ഈ സമയം തന്നെ ഈ കാർത്തിക് അന്വേഷണം അവിടെ ചുറ്റിപ്പറ്റി അങ്ങ് അന്വേഷണം നടക്കുവാണ്. ഈ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി തന്നോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, പക്ഷേ തന്നെ എനിക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. കാരണം വിഷ്ണുവേട്ടൻ്റെ താലി തൻ്റെ കഴുത്തിൽ കിടക്കുവാണെങ്കിൽ ആ താലിക്കുള്ള അർഹത തനിക്കുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയണമെന്നൊക്കെ പറയുമ്പോൾ ഇവൾ മനസ്സിൽ ചിന്തിക്കുമോ, ഈ പാവം വിഷ്ണു ഒക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമാണല്ലോ, ഞാൻ ഇവളോട് പറഞ്ഞാലോ സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ഒരു ഭാഗം കാത്തു ചിന്തിക്കും. കാരണം ശാലിനി ആകുമ്പം ജില്ലാ കളക്ടറല്ലേ, അപ്പം എനിക്ക് വലിയ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ ഹർഷൻ വരുന്നവരെ എനിക്ക് താമസിക്കാൻ വേറൊരു സുരക്ഷിതമായ ഒരു താവളം കിട്ടുമല്ലോ എന്നൊക്കെ ഈ കാർത്തിക മനസ്സിൽ ആലോചിക്കുകയാണ്. ശാലിനിയോട് സത്യങ്ങൾ പറഞ്ഞാലോ. ശാലിനി പറയുന്നുണ്ട്, അതായത് എനിക്ക് തന്നെ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ കയറി വരാൻ ഒരു താല്പര്യമില്ല. വിഷ്ണുവേട്ടനെ എന്നെ അങ്ങനെ വേണ്ട എന്ന് വിഷ്ണുവേട്ടൻ ഒരു തീരുമാനം എടുത്തെങ്കിൽ, ഞാൻ ഇല്ലാത്തൊരു ജീവിതമാണ് വിഷ്ണുവേട്ടൻ്റെ താല്പര്യമെങ്കിൽ ഒരിക്കലും വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടി ശാലിനി ഒരിക്കലും വരത്തില്ല. ഞാൻ മാറിക്കൊടുക്കും. ഞാൻ എത്രയൊക്കെ മാറിക്കൊടുത്താലും എൻ്റെ ജീവിത അവസാനം വരെ, ശാലിനിയുടെ ജീവിത അവസാനം വരെ വിഷ്ണു എന്ന നാമം എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് തന്നെ ഇരിക്കും. വിഷ്ണുവേട്ടൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്പന്ദനമായി എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറയുമ്പം ഇവിടെ ചിന്തിക്കുമോ, എന്നെ ഹർഷനെയും പോലെ തന്നെയല്ലേ ഉള്ളൂ ശാലിനിയും വിഷ്ണുവേട്ടനും.
വിഷ്ണുവേട്ടനും ഈ രണ്ട് സ്നേഹിക്കുന്നവർക്കിടയിൽ ഞാൻ എന്ത് ദുഷിപ്പാണ് ചെയ്യാനിരിക്കുന്നത്, ഞാൻ എല്ലാ സത്യങ്ങളും ഷാലിനിയോട് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എന്നോട് സത്യമായിട്ട് പറയണം, നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഷാലിനി ചോദിക്കുമ്പം ഇവൾ പറയാൻ തന്നെ തയ്യാറാവുകയാണ്. ഈ സമയത്ത് ഇവളുടെ പിറകെ തന്നെ ഉണ്ട് ഈ ജയശങ്കർ. കാർത്തിക അവസാനം ഷാലിനിയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. അപ്പം കാർത്തിക പറയുവാണ്, ഞാൻ എല്ലാ സത്യങ്ങളും പറയാം, പക്ഷേ അതിന് മുന്നേ ഷാലിനി ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം, അതായത് എനിക്കൊരു സത്യം ചെയ്തു തരണം. ഷാലിനിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എന്നോടും തുറന്ന് പറയുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ഷാലിനിയോട് തുറന്ന് പറയുന്ന പോലെ ഷാലിനി എല്ലാവിധ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. പോരാതെ ഞാനിപ്പോൾ ഷാലിനിയോട് പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് മറ്റൊരാളും അറിയാൻ പാടില്ല, വിഷ്ണുവേട്ടൻ ഉൾപ്പെടെ പോലും അറിയാൻ പാടില്ല എന്ന് പറയുവാണ്. കാരണം അവൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലിനിയേക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം വിഷ്ണുവേട്ടൻ ചെയ്തത് ആ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകില്ലേ, പിന്നെ ആ പാവം ഇത്രയും കഷ്ടപ്പെട്ടതും ഇത്രയും നാണം കെട്ടതിനൊന്നും ഒരു പ്രയോജനം ഇല്ലാതായി പോകുമല്ലോ. ഷാലിനിയും സത്യം തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ വിഷ്ണുവേട്ടനെ അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ തെളിവിന് വേണ്ടി ആ സത്യങ്ങൾ ഷാലിനിയുടെ വായിൽ നിന്ന് അറിയിപ്പിക്കാനായി വിഷ്ണുവേട്ടൻ ശ്രമിച്ചതിന് അതും കൂടെ ഞാൻ ചതിച്ച് കളയാൻ പറ്റത്തില്ലോ, അതും വേണം. എന്നാലൊട്ട് എന്താണ് എനിക്കൊരു ബുദ്ധിമുട്ടും പാടില്ല എന്ന രീതിയിൽ എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഷാലിനി എന്താണ് ഇത് വിഷ്ണുവിന് പോലും അറിയിപ്പിക്കാൻ പാടില്ല ഞാൻ സത്യങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് ഷാലിനിയോട് പറയാൻ തുടങ്ങുന്നതും നേരെ ഇവളെ കാണുവാണ് ഈ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി. അത് കാണിച്ചാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, കമൻറ്റ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.